നമുക്കൊരു ഫിഷ് മോളി ഉണ്ടാക്കിയാലോ? ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് സാൽമൺ മീൻ 1/2 കിലോ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇവ ചേർത്ത് ഒരു അരമണിക്കൂർ ഇളക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3 അല്ലി, 1.5 മുറി സവാള അരിഞ്ഞത്, കറിവേപ്പില, ഒരു 6 പച്ചമുളക്, ഒരു ചെറിയ 1/4 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ജീരകം, 3 ഏലക്ക, 3 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞത്. ഇനി വേണ്ട പൊടി എന്ന് പറഞ്ഞത് നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നീട് നമുക്ക് മല്ലിപ്പൊടി, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ. മീനൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മീൻ ഇട്ടിട്ടുണ്ട്. അതൊരു ജസ്റ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു സൈഡ് 2 മിനിറ്റ് 2.5 മിനിറ്റ് ഇട്ടാൽ മതി. അതിന് ശേഷം നമുക്ക് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാൻ തുടങ്ങിയിറങ്ങി ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബാക്കി എണ്ണയാണ് ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ടൊന്ന് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് നമ്മളുടെ സവാള ഇട്ട് കൊടുക്കാം. സവാളയും കറിവേപ്പിലയും കൂടിയിട്ട് സവാള കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഗോൾഡൻ കളർ ഒന്നും ആകേണ്ട, അതിന് മുമ്പ് നമുക്ക് പൊടി ചേർക്കാം. പൊടി ഇട്ടിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാൽ ഈ സമയത്ത് 2 പാലാണ് ചേർക്കേണ്ടത്. റെഡിമെയ്ഡാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ കുറച്ച് വിനാഗിരി, ഒരു ടീസ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച മീൻ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതാണ് പിന്നീട് 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ കട്ടിയോടെ ചേർക്കുക. 1-ാം പാൽ, കറിവേപ്പില ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് ഇതൊരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറി സെറ്റായിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്കൊന്ന് ഉപ്പ് നോക്കാവുന്നതാണ്.